കോവിഡ് എന്ന മഹാമാരി സംഹാരതാണ്ഡവമാടി രൗദ്രഭാവം വീണ്ടും കൈവരിച്ച് ഒന്നിനു പിറകെ ഒന്നായി ആളുകളെ കൊന്നൊടുക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് പോലീസ് സേന സുദീർഘമായ രീതിയിൽ തന്നെ സേവന രംഗത്ത് കർമ്മനിരതരായി നിലകൊള്ളുകയാണ്. അവരോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് തന്നെ അടിമാലിയിലെ ഒരുപിടി കലാകാരന്മാർ ശ്രീ ഷൈജോ അടിമാലി കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച, ജിതേഷ് പോൾ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച, ബിജു ജോൺ അതിൻ്റെ സംഗീത സംവിധാനം ഉൾപ്പെടെ ജോലികൾ നിർവഹിച്ച, സിനീഷ് എഡിറ്റിംഗ് പൂർത്തീകരിച്ച, ബിനോയ് ഹ്രസ്വചിത്രത്തിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഡ്യൂട്ടി എന്ന ഹ്രസ്വചിത്രം ഒരർത്ഥത്തിൽ പോലീസ് സേനയ്ക്ക് അടിമാലിയിലെ കലാകാരന്മാർ കൊടുത്ത വലിയൊരു ആദരവ് തന്നെയാണ്. ആ ആദരവ് ഒരർത്ഥത്തിൽ അവർക്ക് അർഹതപ്പെട്ടു തന്നെയാണ്. അതിനെ സംബന്ധിച്ച് അടിമാലിയിലെ കലാകാരന്മാർ അവർ ചെയ്ത സുദീർഘമായ ഈ പ്രവൃത്തിയെ ചാനൽ ടുഡേക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. ഒപ്പം ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന നമ്മുടെ മുഖാമുഖ പരിപാടിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. പോലീസ് സേനയെ സംബന്ധിച്ച് ക്രമസമാധാന പാലനം എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ചുമതല തന്നെയാണ്. അതിനിടയിലാണ് കോവിഡ് എന്ന മഹാമാരി രംഗപ്രവേശം ചെയ്യുന്നതും സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഓരോ നയങ്ങളും, പ്രത്യേകിച്ച് ആളുകൾ കൂട്ടം കൂടാതിരിക്കുക, അകലം പാലിക്കുക, മാസ്ക് ധരിച്ചു എന്ന് ഉറപ്പുവരുത്തുക, ഇങ്ങനെ ഒട്ടേറെ ദുർഘടം പിടിച്ച വെല്ലുവിളികൾ നിറഞ്ഞ പ്രവർത്തനം, അത് ഉറപ്പുവരുത്തേണ്ട ചുമതല പോലീസ് സേനയിലേക്ക് മാത്രം ഒതുങ്ങിയപ്പോൾ അവരുടെ പ്രവർത്തനം രാവും പകലുമെന്ന് വ്യത്യാസമില്ലാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മുന്നോട്ട് പോയപ്പോൾ ആ പോലീസ് സേനയ്ക്ക് ഒരു ആദരവ് കൊടുക്കണം എന്ന് തോന്നാൻ എന്തായിരുന്നു ഷൈജോ അടിമാലിയെ പ്രേരിപ്പിച്ച ഒരു ഘടകം? എന്താണ് അത്? മറ്റൊന്നുമല്ല. കാരണം വെച്ചാൽ നമ്മുടെ ഹൈ റേഞ്ച് മേഖല എന്ന് പറയുന്നത് വളരെ എപ്പോഴും ദുരന്തങ്ങളും, മറ്റേ മഴ വന്നാലും പ്രളയം വന്നാലും മണ്ണിടിച്ചിൽ വന്നാലും എന്ത് വന്നാലും ഭയങ്കര ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഹൈ റേഞ്ചുകാരാണ് നമ്മളെല്ലാവരും. അതൊക്കെ കണ്ടു വളർന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് ആപത്തും ഏത് സംഭവം വന്നാലും ആദ്യം ഓടിയെത്തുന്നത് എൻ്റെ കണ്ണിൽ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ, നമ്മുടെ അയൽക്കാരും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ വന്നു കഴിഞ്ഞാലും അവരൊരു രക്ഷയ്ക്ക് വേണ്ടി ആദ്യം എടുത്ത് വിളിക്കാനായിട്ട് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ പക്ഷേ പറയുന്നത് ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നാ പറയുക. ഇപ്പോൾ ഫയർഫോഴ്സ് വരുന്നിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ പോലും ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നാണ് മെമ്പർ വന്നാലും ആര് വന്നാലും നമ്മൾ പറഞ്ഞു കേട്ടില്ല. നമ്മുടെ വീട്ടിൽ ഒരു അറിവുള്ള ആൾ വന്നാൽ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് ദുരന്തത്തിലും അവരാണല്ലോ ആദ്യം ഓടിയെത്തുന്നത്. അപ്പോൾ അവർക്കാണല്ലോ ആദ്യത്തെ ഒരു നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം, അല്ലെങ്കിൽ നമ്മൾ ഒരു നന്ദി പറച്ചിൽ ഞങ്ങളുടേതായ രീതിയിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ രീതിയിൽ വരുമ്പോൾ ആദ്യം നന്ദി പറയേണ്ടത് അവർക്കാണല്ലോ എന്നൊരു തോന്നലുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടായത്. തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ ഈ ഹ്രസ്വചിത്രം നിർവഹിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ ദൃശ്യവൽക്കരണമൊക്കെ നടത്തുമ്പോൾ ഒരർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ താരതമ്യേന രോഗത്തിൻ്റെ വ്യാപനവും മരണത്തിൻ്റെ നിരക്കും വളരെ കുറവാണ്. അത് ആരോഗ്യവകുപ്പിൻ്റെ സമഗ്രമായ ഇടപെടൽ കൊണ്ടാണോ, ഈ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പോലീസ് സേന പ്രതിബദ്ധതയോടുകൂടി കിണഞ്ഞു പരിശ്രമിക്കുന്നത് കൊണ്ടാണോ, അതോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണോ? എവിടെയാണ് ആരാണ് അതിനകത്ത് മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്? ഷൈജോയുടെ അഭിപ്രായം. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ജനങ്ങളെ തന്നെയാണ്. ജനങ്ങൾ ഇവരൊന്നും പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ആര് കിടന്ന് പരിശ്രമിച്ചിട്ടും ഒരു ഫലമില്ല. അപ്പോൾ നമ്മുടെ മലയാളികളുടെ അവരുടെ വിവരവും അവരുടെ ക്ഷമാശീലവും അവരുടെ അനുസരണശേഷിയും ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഈ അനുസരണശേഷിയുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ആരോഗ്യ പ്രവർത്തകരും അവർക്ക് നേതൃത്വം നൽകാനുള്ള സാമൂഹ്യ പ്രവർത്തകരും മറ്റേ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ ഭരിക്കുന്നവരും അതുപോലെ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും അവരോടൊപ്പം തന്നെ കർശനമായൊരു നടപടി ഏത് രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഏത് മലയാളിക്കും കൈതട്ടിക്കളയാം. അപ്പോൾ ആ മലയാളിയെ കൈതട്ടാതിരിക്കണമെങ്കിൽ അത് ആര് പറയേണ്ടതായിരിക്കണം? അത് പോലീസ് പറയുന്നതായിരിക്കണം. അതുകൊണ്ടാണ് പോലീസ് പറയുന്ന കാര്യങ്ങൾ
ഒരു പരിധിവരെ എന്നല്ല എല്ലാം നമ്മൾ അനുസരിക്കുന്നത്. കാരണം അത് നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ളൊരു കാര്യമായതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമെല്ലാം മറന്നിട്ട് രാഷ്ട്രീയ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും പറയുന്ന ഒരു മറുപടിയേക്കാളുപരി നമ്മളൊരു കലാകാരനായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായുള്ള ശ്രമം കൊണ്ടാണ് നമുക്ക് ഇതുവരെയെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് ഞാനും ഞങ്ങളുടെ മീഡിയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പും കരുതുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ അങ്ങ് ഒരു സബ് ഇൻസ്പെക്ടറായിട്ടാണ് അതിനകത്ത് വേഷമിട്ടത്, ജിതേഷ് പോൾ. ഞാൻ ആ ചിത്രം കണ്ടപ്പോൾ സ്വന്തം അച്ഛൻ്റെ മരണശേഷം, അതുപോലെ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാതെ സ്വന്തം ചുമതലയിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന, കുടുംബത്തിൻ്റെ ഫോൺ വിളികൾക്ക് മുഖം തിരിച്ച് നിൽക്കുന്ന, അത് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല, പക്ഷെ ഡ്യൂട്ടിയാണ് വലുത്, ചുമതലയാണ്, കർത്തവ്യമാണ്, കർത്തവ്യബോധമാണ് വലുത് എന്ന് കണ്ട് അതിനുവേണ്ടി മുറുകെ പിടിച്ച് നിൽക്കുന്ന അർപ്പണ മനോഭാവമുള്ള ഒരു സബ് ഇൻസ്പെക്ടർ സ്വന്തം പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം വീണ്ടും അവധിയെടുക്കാതെ ഡ്യൂട്ടിയിലേക്ക് തന്നെ തിരികെ എത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ അഫ്രപാളികളിൽ ഇതിന് ജീവൻ കൊടുത്തപ്പോൾ ഇതിൻ്റെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിതേഷ് പോളിനുണ്ടായ വികാരം എന്താണ്? അങ്ങേക്കുണ്ടായ ഒരു ചേതവികാരം എന്താണ്? ഇതിൻ്റെ ഈ ഡ്യൂട്ടി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, അതിൻ്റെ പ്രസക്തി തന്നെ ആ ഒരു സബ്ജക്റ്റാണ്. കാരണം ഒരു ഫോഴ്സ് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ദേശത്ത് നടക്കുന്ന ദുരന്തത്തിനോട് അത് എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടാണ് അതിനെ തടയുന്നതിനും അതിനെ ചെറുക്കുന്നതിനൊക്കെ അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അതാണ് ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രമേയവും കാലിക പ്രസക്തിയും. അപ്പോൾ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ക്യാമറയുടെ പിന്നിൽ ഞാനും ഷൈജോയൊക്കെ പല വട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ക്യാമറയുടെ മുൻപിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോലീസുകാരനെ അവതരിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈജയെ പോലുള്ള ഒരു സമർത്ഥനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ കീഴിൽ നമുക്ക് പ്രത്യേകിച്ച് സ്ട്രെയിൻ ഒന്നുമില്ല. അദ്ദേഹം നമ്മൾ ഒരു വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പിന്നെ രസകരമായ ഒരു കാര്യം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടേക്ക് തന്നെ അച്ഛൻ മരിച്ചു കിടക്കുന്നു, അച്ഛൻ്റെ കടന്നു വരുന്നു, ഞാൻ കടന്നു വരുമ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ്റെ കാലിൽ പിടിച്ച് കരയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിനൊരു രസകരമായൊരു സംഭവം ഉണ്ടായി. വേറെ ഒന്നുമില്ല, മരിച്ചു കിടക്കുന്ന അച്ഛന് ടേക്ക് പറയുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചു കിടക്കുന്ന അച്ഛന് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പം ആർട്ടിസ്റ്റ് ഫോണെടുത്ത് സംസാരിച്ചു. അപ്പോഴാണ് ഡയറക്ടർ ഷൈജോ ആക്ഷൻ പറയും. അദ്ദേഹത്തിന് പെട്ടെന്ന് അത് എവിടെ വെക്കേണ്ടത് അറിയാൻ ചങ്കത്ത് വെച്ചിട്ട് വലിച്ചു പോലെ കിടന്നു. ഞാൻ വന്ന് വളരെ തന്മയത്തോടുകൂടി ശ്രമിച്ചു, കരയുന്നതായിട്ടൊക്കെ ശ്രമിച്ചു. ടേക്ക് നോക്കിക്കഴിയുമ്പോഴാണ് ഈ ഡെഡ് ബോഡിയുടെ ചങ്കത്തിരുന്നിട്ട് ഫോൺ അടിക്കുക. അത് സെറ്റിൽ ഭയങ്കരമായ ഒരു ചിരി വളർത്തുകയും പിന്നെ ആ ഒരു മരിച്ച വീടിൻ്റെ വികാരം അല്ലെങ്കിൽ ഒരു രംഗം ഉണ്ടാക്കാനൊക്കെ ഒത്തിരി പ്രയാസപ്പെടേണ്ടതാണ്. അതൊരു അനുഭവമായിരുന്നു. എങ്കിലും വളരെ നല്ല ശുദ്ധമായ വളരെ ഒരു കാലിക പ്രസക്തിയുള്ളൊരു പ്രമേയമാണ് ഡ്യൂട്ടിയുടേത്. ശ്രീ ഷൈജയുടെ കയ്യിൽ നിന്ന് ഇനിയും ഒത്തിരി കാലിക പ്രാധാന്യമുള്ള ഷോർട്ട് ഫിലിമുകളും മൂവികളൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ആ ഷോർട്ട് ഫിലിമിലുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തല സംഗീതം ഉൾപ്പെടെ സംഗീതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയത് ബിജു ജോണാണ്. അദ്ദേഹം അടിമാലിയുടെ കലാകാരന്മാർക്ക് സുപരിചിതനാണ്. ഈ പ്രത്യേക പ്രമേയം പ്രത്യേകിച്ച് ഇന്ന് നാട് നൊമ്പരപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ നൊമ്പരത്തിൻ്റെ നോവ് ഒപ്പിയെടുത്തുകൊണ്ട് ഷൈജോ അവതരിപ്പിച്ച ഡ്യൂട്ടി എന്ന ഈ ഹ്രസ്വചിത്രവുമായി സഹകരിച്ച് മുന്നേറുമ്പോൾ അങ്ങയുടെ മനസ്സിനുണ്ടായ ഒരനുഭവം എന്താണ്? പ്രത്യേകിച്ച് ഇതുമായി സഹകരിച്ച് സംഗീതം ഉൾപ്പെടെയുള്ള നിർവഹണങ്ങളൊക്കെ നടത്തിയപ്പോൾ എന്താണ് തോന്നിയത്? എന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വർക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം ഇതിനു മുന്നേ ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ സ്റ്റുഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്.
ഹലോ ഹലോ. ഓ, എപ്പോൾ വിളിച്ചാലും എങ്ങനെയാ? നീ അവനെ ഒന്നുകൂടെ വിളിച്ചു നോക്കിക്കേ. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അല്ലമ്മേ അവിടെ മറുപടി പറയുന്നത്. അവിടെ ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. മോനെ, ഈ സമയത്ത് ആവശ്യമില്ല. നിർത്ത്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്നു. എന്തു പറ്റി സാറേ? മെഡിക്കലാ സാറേ. അതിന് ഡോക്ടർമാരെല്ലാം ക്യാമ്പിലല്ലേ സാർ? ഞാനിപ്പോ വരാം. അശോകനെ ഒന്ന് നോക്കി. ശരി സാർ. ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടടാ. പേടിക്കണ്ട കേട്ടോ. താൻ വണ്ടി എടുക്കും. പറഞ്ഞോ. ഹലോ ചേട്ടാ, അതെ, നമ്മുടെ അച്ഛനെ നോക്കുന്ന ഡോക്ടർ അവിടെ ഉണ്ടോന്നൊന്ന് നോക്കാവോ? അതിനുള്ള സമയം കിട്ടുമെന്ന് അറിയില്ല. ഞാനൊരു മെഡിക്കൽ കേസുമായിട്ട് നിൽക്കുക. കട്ടാക്കി. ഹലോ ചേട്ടാ, ഞാൻ പറയണ കേക്കാവോ? അങ്ങോട്ട് വിളിക്കണം. മോളെ, അവനെ വിളിച്ചിട്ട് കിട്ടിയോ? അവൻ എന്താ പറയുന്നേ? ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും പറയണ്ടേ അമ്മേ? അവന്റെ ഒരു നശിച്ച ജോലി. അമ്മേ, പപ്പനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അയൽവക്കത്തുള്ള ആരെങ്കിലും ചെന്ന് വിളിക്കമ്മേ. ആരും വരില്ല മോളെ. മോൾ അന്യ സംസ്ഥാനത്ത് പഠിക്കുന്നത് കൊണ്ടും ക്വാറന്റൈനിലായതുകൊണ്ടും നമ്മുടെ വീട്ടിലേക്ക് ആരും വരില്ല. ഇപ്പൊ അതൊന്നും ഓർത്തിരുന്നിട്ട് കാര്യമില്ലമ്മേ. അമ്മ ചെന്ന് ആരെങ്കിലും വിളിക്ക്. ചെല്ലമ്മേ. ഇന്നലെ പെണ്ണുമ്പളവിടെ ഇല്ലേ? തുണിയൊക്കെ തന്നെയാണല്ലോ ആൾക്കിരുന്നേ. അതെ, അവള് എഴുന്നേറ്റില്ല. ഇന്നലെ രാത്രി വിളിക്കുന്ന വരുന്നു, സീരിയലാണ് വരുന്നു. ഈ പഴയ ഇതിലൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് അതൊക്കെ കണ്ടെങ്കിയിരിക്കും. അതിന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഒച്ചയും വേളം കേട്ടത്. ഏത്? ആ പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന്. അത് ഞാനും കേട്ടു. അതിനൊരു കാര്യമുണ്ട്. അത് എന്നെ ഒച്ചമേളം കേട്ടാൽ അങ്ങോട്ട് കയറി പോരുന്നത് എൻ്റെ പെണ്ണുമ്പളെന്ന് പറഞ്ഞേ. എങ്ങനെ കയറും? എൻ്റെ അളിയൻ്റെ വീട്ടിലെ, അതായത് ഇവളുടെ ആങ്ങളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ പെണ്ണുമ്പളെ പിള്ളേരും എല്ലാം കൂടെ പോയപ്പോഴും പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. ആ പോലീസ് ചെക്കിങ്ങിൻ്റെ അടുത്ത് നിന്നപ്പം ഈ പോലീസുകാരനെ എന്നെ പരിചയമുണ്ട്. ഈ പുള്ളി അവരുടെ കൂടെ നിൽപ്പുണ്ട്. ഈ പുള്ളിക്ക് പറയാൻ പാടില്ലേ എൻ്റെ കാര്യം? ആ പുള്ളിനെ പറഞ്ഞു കൊടുക്കാൻ അവർ പോലീസുകാരോട് പറയാൻ പാടില്ലേ? ആ പുള്ളി പറഞ്ഞില്ല, അവരെന്നെ തിരിച്ചു വിട്ടു. അപ്പൊ നിന്റെ അളിയന്റെ വീട്ടിലൂടെ കൊറോണ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ടോ? ഉണ്ണിയേട്ടാ, അത് അന്നല്ലല്ലോ, ബർത്ത്ഡേ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെ അല്ലേ സ്ഥിരീകരിക്കണത്. എന്നോർത്ത് അന്ന് വിടാൻ പാടില്ലേ? മര്യാദ കാണിക്കണ്ടേ ഇവനൊക്കെ? അത്ര ഒഴുമാണ് ചേട്ടൻ കയറാൻ പാടുള്ളത്. അതെങ്ങനെയാടാവേ? എന്റെ അപ്പനെ അന്ന് ഞാൻ ആ തല്ലിയപ്പോ അയാളെ എനിക്കെതിരായിട്ട് അന്ന് കോടതി പോയി സാക്ഷി പറഞ്ഞവനാ. അതാ പറഞ്ഞ പുള്ളി ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കത്തില്ല. അതാ പ്രശ്നം. കൊച്ചേ, അമ്മ എഴുന്നേറ്റാ? അതെ, അമ്മയോട് പറയാട്ടോ, എല്ലാ പണികളും അച്ഛനെ ഏൽപ്പിക്കില്ലെന്ന്. ഈ അടുക്കള പണി അലക്കും കൂടെ ഒന്നിച്ചു പറ്റില്ല. അച്ഛൻ തളർന്നു പോകുന്നു പറയാട്ടോ. അതെല്ലാം അങ്ങനെ മറക്കെടുത്തോ. കുറ്റം പറയും പോലെ പറയരുത്, പിന്നെ വായിലിരിക്കണ മൊത്തം എനിക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. കൊച്ചെ, നിന്റെ അല്ല, നീ അലക്കണേ. പെണ്ണുമ്പിള്ള മോളെ കയറുക. മോട് നോക്കട്ടെ, വാങ്ങ. ചേട്ടാ, മാസ്ക് വേണോ? ഒന്ന് കാണിച്ചേ. മാസ്ക് നോക്കോ. ഇത് പഴയതാന്ന് തോന്നുന്നല്ലോ. ഇത് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചത്തുപോലോ പോയി. ചേട്ടാ, ഇത് സ്റ്റിച്ചിങ് ബെസ്റ്റ് ആവുണ്ട്. കാണിച്ചേ. എത്ര ബെസ്റ്റ് ക്വാളിറ്റി. ഒരു മാസ്ക് 5 2 മാസ്ക് എടുത്താ 100 കൊണ്ടായേ. പോ ബായ്. ചേട്ടാ, ഇത് ബെസ്റ്റ് ക്വാളിറ്റി. ഇത് മാസ്ക് നീ വില കുറച്ച് വെച്ചോ. കൊടുത്തില്ല ഏതാ ബായ്? കച്ചറ ബായ്. ചേട്ടാ, കേരള പൂര കൊറോണ. ഇത് ബിസിനസ് ഇല്ല. ഇത് മാസ്ക് കൊടുത്തു. മാസ്ക് വേണം, മാസ്ക്. ഒരു മാസ്ക് 5 2 മാസ്ക് 30. ഓ ചേച്ചേ, മാസ്ക് വേണോ? ചേച്ചേ, മാസ്ക് വേണ്ട. ഹലോ ഹലോ. എവിടെ പോകുന്നു? വൈഫ് ഹൗസ് വരെ പോവാം. എന്തോ? ഭാര്യയുടെ വീട് വരെ പോവാം. നിങ്ങളൊക്കെ ഈ സമയത്ത് ഇങ്ങനെ കറങ്ങി നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ. അങ്ങോട്ട് വിളിക്കണം. സാറിനോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കരുത്. ഹലോ ഹലോ. എന്നാ പോയിക്കോ.
സാർ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ, വേണേ ഇത്ര നേരം കിടക്ക്. അതൊന്നും വേണ്ടെന്നേ, നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ. ഫോൺ ഓഫായി. ആരെങ്കിലും ഈ പവർ ബാങ്ക് ഉണ്ടോ? ഇതാ സാറേ, ഇതില് ചാർജ് കമ്മിയാ. ഇതാ. വൈഫ് പല പ്രാവശ്യം വിളിച്ചു, എടുക്കാൻ പറ്റിയില്ല. കുറെ മെസ്സേജും വന്നിട്ടുണ്ടല്ലോ. ഡ്യൂട്ടിയല്ലേ, അങ്ങനെ വിളിക്കുമ്പോൾ എപ്പോഴും എടുക്കാൻ പറ്റുമോ? അതിന്റെ പരാതിയും പരിഭവവും ഒക്കെ മെസ്സേജായിട്ട് അയക്കുന്ന പാവം. അതല്ല പെണ്ണുങ്ങളും ശരിയാ സാറേ. അതെ. ഹലോ ചേട്ടാ, ഞാൻ പറയണ കേൾക്കാവോ? ഞാനൊരു മെഡിക്കൽ കേസുമായി നിൽക്കാം. ഹലോ ചേട്ടാ, അങ്ങോട്ട് വിളിക്കാം. ഓം പിണ്ടം സമർപ്പയാമി. പിണ്ടം ഇലയിലേക്ക് വെച്ചോളാ, കൈ നേരെ വെച്ചോളാ. ഓം തീർത്ഥം സമർപ്പയാമി എഴുതിട്ടുള്ളൂ. സർ, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു സർ. വേണ്ട സർ, ലീവൊന്നും വേണ്ട. ഒരാൾ ലീവ് എടുക്കുമ്പോൾ മറ്റുള്ളവർക്കത് ഹെവി ഡ്യൂട്ടി ആവില്ലേ സർ? പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. ഞാൻ ഡ്യൂട്ടിക്ക് കയറുകയാണ് സർ. ഇവരും നമ്മളിൽ ഒരാൾ. ഏതു ദുരന്തത്തിലും ആദ്യം നമുക്കരികിലേക്ക് ഓടിയെത്തുന്നത് ഇവരാണ്. ഏതു മഴയത്തും വെയിലത്തും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നാടിനു വേണ്ടി കർമ്മനിരതരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഒരു എളിയ കലാകാരന്റെ സമർപ്പണം. നിങ്ങളുടെ സ്വന്തം ഷൈജോ അടിമാലി. ആശയം എനിക്ക് മനസ്സിൽ തോന്നി.
അത് ആശയം തോന്നിയപ്പോൾ ഞാനതിൻ്റെ ഈ സ്ക്രിപ്റ്റ് ബേസ് എങ്ങനെയാവും അത് ഒരു ജനങ്ങൾ അംഗീകരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് JP ജിതേഷ് ആദ്യം പറഞ്ഞ പോലെ ജിതേഷ് സാറുമായിട്ട് ഞാൻ ആദ്യം സ്വന്തം JP ആയിട്ട് സംസാരിച്ച് JP യോട് ഞാൻ ഇങ്ങനെ സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഒത്തിരി സിനിമകളെക്കുറിച്ചുള്ള സ്വപ്നം കൊണ്ട് കുറേ കാലങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് പല തവണ അങ്ങോട്ട് ചർച്ച ചെയ്തപ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു സംഭവം നമ്മൾ അടിമാലിയെ സംബന്ധിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പണ്ടൊക്കെ നമുക്കിത് ചെയ്യാനായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റുഡിയോ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഒരു ഡബ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഡബ് ചെയ്യാനായിട്ട് പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമ്മൾ എറണാകുളം പോലുള്ള ഏരിയയ്ക്ക് പോകണം. അതിന് വരുന്ന ഭാരിച്ചൊരു എമൗണ്ട്. അത് ഈ കൊറോണ കാലഘട്ടത്തിൽ ഇത് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി യാത്ര ചെയ്യാൻ പറ്റത്തില്ല, എങ്ങും പോകാൻ പറ്റത്തില്ല, പുറത്ത് 4 പേര് കൂടി നിൽക്കാൻ പറ്റത്തില്ല. അത്ര സാഹചര്യത്തിലാണ് നമ്മൾ വളരെ ഇതായിട്ട് ഓരോരുത്തരെ മാറ്റി നിർത്തി അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റുഡിയോ സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ഒരു സംവിധാനം ഇല്ല എങ്കിൽ, അടിമാലിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എങ്കിൽ ഒരിക്കലും ഈ ഡ്യൂട്ടി എന്ന ഷോർട്ട് ഫിലിം എന്നല്ല അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ഞങ്ങളെല്ലാവരും കയ്യിൽ നിന്ന് പെറുക്കിയെടുത്തിട്ട്, അതായത് ലോക്ക്ഡൗൺ ഉണ്ടാകുമ്പോഴാണ് ആരെങ്കിലും പൈസയൊന്നുമില്ല, എല്ലാവരും JP സാറ് കോളേജിൽ പ്രൊഫസറാണ്, അദ്ദേഹത്തിൻ്റെ ശമ്പളം ഒക്കെ വരണമെങ്കിൽ അതൊക്കെ കഴിയണം. പക്ഷേ ഈ ഉള്ള പൈസ കൊണ്ട് കയ്യിലുള്ള പൈസ എല്ലാവരും എടുത്തിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് പല വീട്ടിൽ നിന്നായിട്ട് കഴിച്ചൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത്ര ഒരു ക്രിട്ടിക്കൽ ടൈമിൽ നമ്മൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡിയോ അടിമാലിയിലുള്ളതുകൊണ്ടാണ്. ആ ഒരു സത്യം നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അടിമാലിയിൽ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഇത്രയും നമുക്ക് റീസണബിളായിട്ടും അതുപോലെ തന്നെ ഓർക്കസ്ട്ര, അതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഡബ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നല്ലൊരു സ്റ്റുഡിയോ അടിമാലിൽ കുട്ടൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്റ്റുഡിയോ ഉള്ളത് കൊണ്ടാണ് നമുക്കത് ഇങ്ങനെയൊരു വർക്കിനെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് കുട്ടനോടും ഇനിയിപ്പോൾ ഇവിടെ ഉള്ള എല്ലാ കലാകാരന്മാരോടും എനിക്ക് പറയാനുള്ളത്, കാരണം നമുക്ക് ഇതുപോലുള്ള സ്റ്റുഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാത്രമല്ല, ഇതുപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ പാടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ട് അടിമാലിൽ എന്നും കൂടി ഞാൻ ഈ അവസരത്തിലൊന്ന് പറയുകയാണ്. അത് കുട്ടനോട് അതിയായ നന്ദി ഞങ്ങളുടെ ഈ മീഡിയ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും അർപ്പിക്കുന്നുണ്ട്. ഈ സിനീഷാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ഒരു ഹ്രസ്വചിത്രത്തെ സംബന്ധിച്ച് അതിൽ ആകർഷിക്കപ്പെടുന്നത് എഡിറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, ആകർഷിക്കപ്പെടാൻ. ഞാനേതായാലും ഈ ചിത്രം ആദ്യ അവസാനം കണ്ടപ്പോൾ എഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാം എനിക്ക് വളരെ ആകർഷണീയമായി തന്നെ തോന്നി. എഡിറ്റിംഗ് നിർവഹിച്ച് ഈ ഡ്യൂട്ടി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചപ്പോൾ, ഡ്യൂട്ടി എന്നാണല്ലോ പേര്, അതതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ച് സമർപ്പിച്ചപ്പോൾ, അത് പ്രക്ഷേപണം ചെയ്തപ്പോൾ എഡിറ്റർ എന്ന രീതിയിൽ എന്താണ് അങ്ങേക്ക് തോന്നിയത്? ഈ ഏറ്റെടുത്ത ജോലി പൂർണ്ണമായും തൃപ്തി നൽകുന്ന ഒന്നായിരുന്നു? തീർച്ചയായിട്ടും നല്ല തൃപ്തികരമായൊരു ജോലിയായിരുന്നു അത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ മീഡിയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അത് എല്ലാ സപ്പോർട്ടിനും എൻ്റെ കൂടെ തന്നെയാണ്. ഒരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്ന എഡിറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഡയറക്ടർ വന്നിരുന്നിട്ട് അതങ്ങനെ ചെയ്യുക, അത് അവിടെ കട്ട് ചെയ്യരുത്, ഇവിടെ കട്ട് ചെയ്യരുത് എന്നൊക്കെ നമുക്ക് ഒരു മാനസികമായിട്ടൊരു നമ്മൾ ഡൗൺ ആക്കി കളയുന്ന രീതിയിൽ സംസാരമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമില്ല. ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഷൈജുചേട്ടൻ ഫുൾ വിഷ്വല് ഫുൾ ട്രഷേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് വിട്ടുതരും. ഇത് നീ അത് ചെയ്യുക, ഒരു ടെൻഷനും ഇല്ലാതെ നീ സമയം എടുത്ത് ചെയ്താൽ മതി, ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞാണ് എനിക്ക് ഈ ഒരു വിഷ്വൽ എൻ്റെ തന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ചെയ്യുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റി, നന്നായിട്ട് ഫ്രീ ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറമാൻ അരുൺ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു ഇതിൻ്റെ അകത്ത്. ഓരോ ടേക്കുകളാണ് കറക്റ്റ് അവന് വന്നിരുന്നെല്ലാം പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾ കൂടുതൽ ഇതിൻ്റെ എഡിറ്റിങ് ചെയ്തേക്കുന്നത് രാത്രി ഇരുന്നാണ് ചെയ്യുന്നത്. കാരണം എല്ലാവരും ഓരോ വർക്കായിട്ട് നിൽക്കുമ്പോഴും അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇരുന്നാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഡയറക്ടർ ഷൈജുചേട്ടൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി, എന്നാലേ അതിൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ടെൻഷൻ പിടിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവത്തില്ല എന്ന് പ്രത്യേകം ഷൈജുചേട്ടൻ പറയാറുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ ഭയങ്കര സന്തോഷമാണ്, കാരണം വർക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും അത് അടിമാലിലാണെങ്കിലും എല്ലാ ജനങ്ങളും അത് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അതിലൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസർ ഒപ്പം പ്രൊഡക്ഷൻ ഒപ്പം അഭിനേതാവ്, അങ്ങനെ രണ്ട് രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ് ശ്രീ ബിനോയ്.
ഒരു വലിയ സംഭാവന ഈ ഡ്യൂട്ടി എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ ദൃശ്യവൽക്കരണത്തിലും അതിൻ്റെ ആവിഷ്കരണത്തിലും ഒക്കെ അങ്ങ് നൽകുകയുണ്ടായി. അങ്ങേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ടീമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായൊരു അനുഭവം ഒന്ന് പറയാമോ? ഇത് ഞങ്ങൾ 2 ദിവസം കൊണ്ടാണ് അത് ഷൂട്ട് ചെയ്ത് രാവും പകലുമായിട്ട്. 2 ദിവസം ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. നല്ല രീതിയിൽ ഞങ്ങളത് ആസ്വദിച്ചു. പിന്നെ അതിലൊരു ചെറിയ വേഷവും ചെയ്യാൻ സാധിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ക്യാമറയുടെ മുന്നിൽ വരുന്നത്. അതിലൊരു ചെറിയ പോലീസുകാരനായിട്ട് അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാ മേഖലയിൽ നിന്നും, അതായത് ഇതിപ്പം തന്നെ നമ്മൾ തന്നെയല്ല, നമ്മളെടുത്ത് പറഞ്ഞിട്ട് വേറെ പലരും, എൻ്റെ ഫ്രണ്ട്സ് തന്നെ വേറെ പലരും ഷൈജു ഇത് വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പലയിടത്തും ഇത് കൊടുത്തപ്പോൾ പല സംഘടനകളും, അതായത് ഈ സാമൂഹ്യ സേവനം ചെയ്യുന്ന പല സംഘടനകളും ഇത് പല പല രീതികളിൽ ഇത് ഒരു അനലൈസ് ചെയ്തിട്ടൊരു അവാർഡ് രീതിയിൽ അതിനെ ഒന്ന് പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ പറയുന്നിടത്തെല്ലാം നമുക്ക് വരുന്നത് ജിതേഷ് പോളിൻ്റെ ആക്ടിങ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് അത് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ മ്യൂസിക് ശ്രദ്ധിച്ചാൽ അറിയാം, അത് പ്രത്യേക ഒരു രീതിയിലാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം മ്യൂസിക് ചെയ്തിരിക്കുന്നത്, പിന്നെ നായകനായിട്ട് ചെയ്തിരിക്കുന്ന ജിതേഷ് പോളിൻ്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാ മേഖലയിലും, അത് എൻ്റെ ഫ്രണ്ട്സ് അടക്കം നമ്മൾ മേഖല ചെയ്യുന്ന ഫിലിം വീഡിയോയിൽ വരെ ചെയ്യുന്നു. അപ്പോൾ അവിടെ പോലും ഉള്ള ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് അത് വളരെ പക്വതയായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്ന ഇതുണ്ടായി. പിന്നെ ക്യാമറ വർക്ക്, അതിൻ്റെ ലൈറ്റിങ് വളരെ പരിമിതികൊണ്ട് ചെയ്യുന്നതാണെങ്കിലും ക്യാമറ അസാധ്യമായിട്ട് ക്യാമറ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾ തുടർന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മൾ മുത്തെന്ന് പറഞ്ഞിടത്ത് ഷോർട്ട് ഫിലിം വരെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഷൂട്ട് വന്നു, അതിൻ്റെ എഡിറ്റിംഗ് വരെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇന്നലെ രാത്രി അതിൻ്റെ സൗണ്ട് മിക്സിങ് രാത്രി ഇരുന്ന് ഞങ്ങൾ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്യാമറമാൻ, ക്യാമറ അസോസിയേറ്റ് ബിനു, അദ്ദേഹം ഞങ്ങളുടെ രണ്ടാമത്തെ വർക്ക് മികച്ചൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് ഹെലിക്യാമൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ കിരൺ നമ്മുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അങ്ങനെ വലിയൊരു കൂട്ടായ്മയുണ്ട് ഇതിനകത്ത്. അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ഷേർലി അടിമാലി, പിന്നെ ഹർഷ, പിന്നെ അതുകൂടാതെ അരുണിമ, പിന്നെ മെയിൻ ക്യാരക്ടറായിട്ട് JP-യുടെ ഭാര്യയായിട്ടുള്ള വേഷം ചെയ്തിരിക്കുന്ന ആശ, പിന്നെ വൈഷ്ണവി എന്ന് പറഞ്ഞ ഒരു മോള്, അങ്ങനെ എല്ലാവരും വളരെ മനോഹരമായിട്ട്. പിന്നെ ആൻ്റണി പുല്ലൻ്റെ കഥാപാത്രം എടുത്തു പറയേണ്ട ഒന്നാണ്. അത് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്ന പലരും അദ്ദേഹം സിനിമയിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ, അദ്ദേഹം വേറെ കുറച്ചൊക്കെ നമ്മുടെ കൂടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും സീരിയലിൽ വിളിച്ചാൽ വരുമെന്ന് ചോദിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീമിനെ വിളിച്ച് സീരിയലിൽ ഒരു അച്ഛൻ വേഷം ചെയ്യാൻ വിളിച്ചാൽ വരുമെന്ന്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. എന്നാലും ഇതൊക്കെ വലിയൊരു സന്തോഷമാണ്. കാരണം ഒരു കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾ അടിമാലിലെ ഒരു ചെറിയൊരു കൂട്ടായ്മയാണ് ഈ മീഡിയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ചെയ്ത്, നമ്മുടെ കൊച്ചിൻ ബിജു ഒരു ബായ് വേഷം ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ബിജു ആണ്. അങ്ങനെ കുറേ പേര് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പം എല്ലാവരും കൂടെ കൂടി നമ്മൾ ചെയ്തപ്പോൾ ഇതിന് പുറത്തുനിന്നുള്ള സപ്പോർട്ടിൽ ഇത് ആരും ഈ പുതുമക്കാരായിട്ട് ആരും എന്നോട് പറഞ്ഞില്ല കേട്ടോ. എല്ലാവരും അത് നായക വേഷം ചെയ്തിരിക്കുന്ന ആൾ, അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഞങ്ങളുടെ ഈ മീഡിയ ഫ്രണ്ട്സ് എന്ന് പറയുന്ന അടിമാലിലെ ഈ ചെറിയൊരു കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ നാട്ടുകാർ തരുന്ന സപ്പോർട്ടിൻ്റെ ഒരു വലിയൊരു വിജയമാണ്. പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ ഒരു വിജയമാണ്. പിന്നെ ഇവിടുത്തെ മൊത്തം ആരോഗ്യപ്രവർത്തകരെയും ഇവിടുത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെയും ഇവിടുത്തെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഇവിടുത്തെ ഭരണ ചുമതലയുള്ള ആൾക്കാരുടെയും പിന്നെ താങ്കളടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ വലിയൊരു സപ്പോർട്ട്. അത് ഒരു ഇന്ന രാഷ്ട്രീയം എന്നില്ല, എല്ലാ രാഷ്ട്രീയക്കാരും, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏതാണെങ്കിലും എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതിനൊരു ചോദ്യം കൂടി, ഈ പോലീസ് സേനയെ സംബന്ധിച്ച് ചില മുൻവിധികൾ ഞാനടക്കം നമുക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവർ കാണുമ്പോൾ ഭയപ്പാട്, കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ നമുക്കൊക്കെ ചിലപ്പോൾ ഒരു പെറ്റിയൊക്കെ തന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. പോലീസ് ഒരു ക്രൂരന്മാരാണ്, ഒരു സൗമ്യ സ്വഭാവം അവർക്കില്ല, അവർ സേവനം. പക്ഷേ ഒരു ജനമൈത്രി പോലീസ് ഉൾപ്പെടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റൊക്കെ രൂപം കൊണ്ട് ഈ സമീപകാലത്ത് എനിക്ക് തോന്നുന്നു 2, 3, 4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. പോലീസിലും മനുഷ്യത്വമുണ്ട്, അവരിൽ സ്നേഹമുണ്ട്, അവരിലും കവികളുണ്ട്, അവരിലും കലാകാരന്മാരുണ്ട്, അവരിലും നല്ലവരുണ്ട് എന്ന രീതിയിലേക്കൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയത് മൊത്തത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ആ കാഴ്ചപ്പാട് ഉള്ളെടുത്തത് വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിലാണ്. പോലീസിനെ കുറിച്ചുള്ള മൊത്തം കാഴ്ചപ്പാട് മാറി. ഇപ്പോൾ ഈ കോവിഡ് വന്ന് അവരെ രാവും പകലും ഭക്ഷണവും ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് അവർ നിൽക്കുമ്പോൾ പോലീസ് അവരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ നമ്മുടെ രക്ഷകരാണ്. പലപ്പോഴും അവരെ പീഡകരായും അല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുന്നവരായും ഒക്കെ കണ്ടുകൊണ്ടിരുന്നൊരു കാഴ്ചപ്പാടിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് അവർ നമ്മുടെ സംരക്ഷകരാണ്, അവർ നമുക്ക് കവചം തീർക്കുന്നവരാണ്, യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കാം എന്ന രീതിയിലേക്കൊക്കെ ഒരു സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഒരു മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് കുറച്ചും കൂടി ഒരു ഉത്തേജനം പകരാൻ നിങ്ങളുടെ ചിത്രം ഉപകരിച്ചു എന്ന് ഞാൻ വിചാരിക്കും. ശരിയല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ചെയ്തത് വിജയിച്ചു എന്ന് ഞങ്ങൾ. സന്ദേശം കൃത്യമായി. അതെ, തീർച്ചയായും.
മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ, പ്രത്യേകിച്ച് കേരള പോലീസ് സേനയിലെ ഓരോ അംഗത്തിൻ്റെയും നിസ്വാർത്ഥമായ പ്രവർത്തനത്തെ എല്ലാ വൈതരണികളെയും തൃണവൽക്കരിച്ചുകൊണ്ട് നാടിനു വേണ്ടി, ജനതയ്ക്ക് വേണ്ടി സർവവും സമർപ്പിച്ച അവരുടെ ഉദ്യമത്തെ പ്രകീർത്തിക്കാൻ മാത്രമല്ല ആദരിക്കാനും ബഹുമാനിക്കാനും അവരോടുള്ള ബഹുമാനം വാക്കുകളിലൂടെ മാത്രമല്ല അഭ്രപാളികളിലൂടെ സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കാനും അടിമാലിയിലെ കലാകാരന്മാർ തുനിയുകയുണ്ടായി. അടിമാലിയിലെ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഷൈജു അടിമാലിയും വിദേശവും ബിജുവും ഉൾപ്പെടെ സിനീഷും ബിനോയും എല്ലാം അടിമാലിയുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ആ കലാകാരന്മാർ ഈ ഉദ്യമത്തിലൂടെ പോലീസ് സേനയ്ക്ക് വലിയൊരു ട്രിബ്യൂട്ട്, ഒരു ആദരവ് കൊടുത്തിരിക്കുകയാണ്. ചാനൽ ടുഡേയുടെ ഷൂട്ടർ സൈറ്റ് എന്ന ഈ സംവാദ പരിപാടിയിലേക്ക് എത്തിച്ചേരുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത അടിമാലിയിലെ നല്ല കലാകാരന്മാരെ ഒരിക്കൽ കൂടി ചാനൽ ടുഡേക്ക് വേണ്ടി ഓർക്കുന്നു. ഷൂട്ടർ സൈറ്റിന് വേണ്ടി നന്ദി പ്രകടിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി.